പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ജെമിനിനോട് ഒരു കാര്യം ചോദിച്ചിട്ട് ഇവിടെ പറയുമ്പോൾ പല ആളുകളും അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായതുകൊണ്ട് ഇത് സത്യമല്ല, ഉഡായിപ്പാണെന്ന്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറയാം. അത് സത്യമല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കും. ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഇവിടെ നിന്ന് അവസാനിപ്പിക്കുക. അപ്പൊ എന്താ കാര്യം എന്നുള്ള ജെമിനിയോട് ചോദിക്കാം. ജെമിനി, സാഫി പറമ്പലിന് ഒരു അറസ്റ്റ് വാറന്റ് വന്നിട്ടുണ്ട്. അത് കേസ് എന്താണ്, എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു വാറന്റ് വരാൻ കാരണം, അതൊന്ന് പറയാമോ? ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പൊ വന്ന വാർത്തയാണ് കേട്ടോ. അതില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ കേൾക്കാം. ജെമിനി പറയുന്നതിൽ സത്യമുണ്ട് ബ്രോ, വിശ്വസിക്കുക, നോക്കുക. ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച വാർത്ത ഇന്ന് 2026 ജനുവരി 21 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കേസിനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. എന്താണ് കേസ്? ദേശീയപാത ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതിയുടെ ഈ നടപടി. 2022 ജൂൺ 24-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ MP ഓഫീസ് SFI പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് ചന്ദ്രനഗറിന് സമീപം ദേശീയപാത ഉപരോധിച്ചിരുന്നു. വാറന്റ് വരാനുള്ള കാരണം, ഒന്നാം പ്രതി, ഈ കേസിൽ ഒന്നാം പ്രതി ഷാഫി പറമ്പിലാണ്. കസബ പോലീസാണ് അന്ന് കേസെടുത്തത്. കോടതിയിൽ ഹാജരാകാത്തത്. കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ നേരിട്ട് ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് കോടതി ഇപ്പോൾ അറസ്റ്റ് വാറന്റ്. മറ്റു പ്രതികൾ, ഇതേ കേസിൽ 9ാം പ്രതിയായിരുന്ന പി സരിൻ നേരത്തെ കോടതിയിൽ ഹാജരാവുകയും 500 രൂപ പിഴയും കോടതി പിരിയുന്നതുവരെ തടവും ശിക്ഷയായി അനുഭവിക്കുകയും ചെയ്തിരുന്നു. ഈ കേസ് ജനുവരി 24-ന് കോടതി വീണ്ടും പരിഗണിക്കും. ഷാഫിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു സോഷ്യൽ മീഡിയ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, കേട്ടല്ലോ, ഇത്രയേ ഉള്ളൂ. അതായത് സാഫി പറമ്പില് ഒരു കേസുള്ളത് ഹാജരായില്ല. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ്. കോടതിയിൽ ഹാജരാകാത്ത ഒരാളെ എന്ത് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്തിട്ട് ഹാജരാക്കാൻ പറയുന്നു. ഇതാണ് സംഭവം. ഇതിന് വലിയ രീതിയിൽ മാധ്യമങ്ങളൊക്കെ സാഫി പറമ്പിലിന് അറസ്റ്റ് വാറന്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എഴുതി അങ്ങ് വിടുകയാണ്. അപ്പൊ ഇത് പല ആളുകളും താഴത്ത് വന്ന് കമന്റ് അടിക്കുകയാണ്, ഇത് പിണറായി വിജയന്റെ കളിയാണെന്ന്. എന്താ ചെയ്യുക? അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ജെമിനി പറയുന്നതിലും സത്യമുണ്ട്.